ഹായ്, ജോസിയൻ ഗ്രീൻ വ്ലോഗ് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? തേനീച്ച കർഷകർ നിർബന്ധമായിട്ടും വളർത്തിയേക്കേണ്ട ചില ചെടികളെ പറ്റിയാണ് പറയുന്നത്. അന്താരാഷ്ട്ര തേനീച്ച ദിനമാണ് ഇന്ന്. അതിൻ്റെ ആശംസകൾ ആദ്യമേ എല്ലാവർക്കും നേരുന്നു. തേനീച്ച കർഷകർ അവരുടെ തേന് ഊറ്റിയെടുക്കുന്ന അവർക്ക് വേണ്ടിയാണ് അവർ കളക്ട് ചെയ്യുന്നത്. എന്നാലും നമ്മൾ അവർക്ക് വേണ്ടി ഈ പഞ്ചസാര ഫീഡിങ്ങിന് പകരമായിട്ട് നമുക്ക് വളർത്താവുന്ന ഒത്തിരി ചെടികളുണ്ട്. അതിലൊന്നാണ് തണൽ കപ്പ. അതുകൊണ്ടോ ഈ വർഷകാലത്ത് ഇഷ്ടംപോലെ നെക്ടർ കിട്ടും, മധു കിട്ടും. അത് നല്ല ഇഷ്ടമാണ്. ഉച്ച സമയത്തൊക്കെ ഭയങ്കര ഉത്സവമേളമാണ് അവർക്ക് തേനീച്ചകൾക്ക്. പ്രത്യേകിച്ചും വൻ തേനീച്ച അതുപോലെ ചെറുതേനീച്ചകൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടാണ് ഈ തണൽ കപ്പ. തണൽ കപ്പയുടെ കമ്പ് നട്ടാൽ മതി. നമ്മുടെ തോടിൻ്റെയൊക്കെ തീരത്തും അതുപോലെ ആറിൻ്റെ തീരത്തും ഒക്കെ നടുന്നത് വളരെ നല്ലതാണ്. മണ്ണൊലിപ്പൊക്കെ തടയുന്നു. അതുപോലെ തന്നെ വഴിയോരങ്ങളിലൊക്കെ നടാം തണലായിട്ട്. ഇത് വളരെ വലിയ പൊക്കമുള്ള ഒരു കപ്പ ആയിട്ട് വരും. ഇത് നമുക്കിത് കിഴങ്ങൊന്നും ഭക്ഷ്യയോഗ്യമല്ല, പക്ഷേ ഇതിൻ്റെ മധു തേനീച്ചകൾക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ്. അപ്പോൾ തേനീച്ചകളത് വളരെ ഇഷ്ടത്തോടെ കുടിക്കുന്നത് കണ്ടോ. അതുപോലെ വേറൊരു മരമുണ്ട്, റബ്ബർ കപ്പ. അതും വെച്ച് പിടിപ്പിക്കാം. നമ്മുടെ വെറുതെ കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇത് വെച്ച് പിടിപ്പിച്ചാൽ ഏറ്റവും നല്ലതാണ്. നമ്മുടെ തണൽ കപ്പ നല്ല ചെടികൾക്ക് ഏറ്റവും തണൽ കപ്പ നല്ലതാണ്. അതുപോലെ തന്നെ വേറൊരെണ്ണമാണ് ആൻറ്റിഗൺ ഉണ്ടോ. ആൻറ്റിഗണിൽ ഇഷ്ടംപോലെ മധുവുണ്ട്. അതുപോലെ ചെറുതേനീച്ചയും കോൽത്തേനീച്ചയും വൻതേനീച്ചയും എല്ലാം ഇവിടെ വരും. ആൻറ്റിഗണ് വരും. ആൻറ്റിഗണിൽ നല്ല പൂക്കളാണ്. നല്ല ഏത് സമയത്ത് പൂക്കളുണ്ടാകുന്നുണ്ട്. തേനീച്ചകൾ ഇഷ്ടംപോലെ പൂക്കൾ അതിനകത്ത് തേൻ കളക്ട് ചെയ്യും. അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ മതിൽക്കെട്ടിലും പിന്നെ വേലിയരിയിലൊക്കെ നട്ടുപിടിപ്പിക്കാം. ഇത് ധാരാളമായിട്ടുണ്ടാകും. ഇതിൻ്റെ വിത്തും അതുപോലെ തന്നെ കിഴങ്ങും കമ്പും വെച്ച് നട്ടുപിടിപ്പിക്കാം. വെള്ള ആൻറ്റിഗണാണ്, അതും നല്ലതാണ്. നമുക്ക് വെച്ച് പിടിപ്പിക്കാം. ആൻറ്റിഗൺ അതുപോലെ തന്നെ കരണമരം, അതുപോലെ ഒത്തിരി മരങ്ങളുണ്ട്. അതുപോലെ തന്നെ 10 മണിച്ചെടികൾ ഇതൊക്കെ നട്ടുപിടിപ്പിക്കുക.